കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഹാപ്പി ക്രിസ്മസ് പറയുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? അപ്പം ഞങ്ങൾ ചെറിയ രീതിയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നതിനൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് അവർക്ക് ലീവല്ല, അവർക്ക് പോകണം. അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളേ. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടിട്ട് ഒരു വലിയ ആഘോഷങ്ങളൊന്നും ചെറിയ രീതിയിലൊക്കെ ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഈ മസാലയെല്ലാം ഇറച്ചിയെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം. ഓരോ സ്ഥലത്തെയും ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ ഞാനൊരു 5 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്. അത് വേകാനായിട്ട് വെച്ചതിന് ശേഷം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കൈപ്പിടിയോളം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 6 പച്ചമുളക് നെടുകെ കീറിയതുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി മൂത്തങ്ങ് പോകണ്ട, ഒരു മീഡിയം രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഈ സമയത്ത് ഒരു 3.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പാത്രമായിപ്പോയി, എടുത്ത പാത്രം മാറിപ്പോയി. അപ്പോൾ ചെറിയ പാത്രമാണെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കുടംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേണ്ട ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് ഗ്യാസേ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് മുഴുവൻ ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് റെഡിയായി വരും. പിന്നെ ഞാനിതേ മീൻകറി റെഡിയായി വന്നിരിക്കുന്നതാണ് ഇനി കാണിക്കുന്നത്. കണ്ടെന്ന് പറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കപ്പയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള മുളക് മീൻകറിയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല മീൻകറിയാണ്. ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നാളത്തേക്കിനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണ് ഉണ്ടാക്കുന്നത്. കാരണം വൈകിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. കാരണം നാളെ ഇവിടെ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ഇവർക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് വൈകിട്ട് എല്ലാവർക്കും കൂടെ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്, അത് ഒലത്താനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യം എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും
കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ കുറച്ച് ഇറച്ചിക്കകത്തിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 250 ഗ്രാമോളം കൊച്ചുള്ളി ഞാൻ പൊളിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആ ബീഫിൻ്റെ വെള്ളമാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. ആ വെള്ളം ഒന്ന് പറ്റി വന്നതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ പിന്നെയും ബീഫ് കുറേ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെള്ളം പറ്റിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആദ്യം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഈ വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതി ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ സവോള, ഇഞ്ചിക്കും വെളുത്തുള്ളി സവോളയിലെല്ലാം ഇറച്ചിയുടെ ഇത് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട നമ്മൾ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് നിരത്തിയിട്ട് നമുക്ക് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എരിവ് കുറവുള്ളതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് നിരത്തിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് തേങ്ങാപ്പാൽ ഒഴിച്ച് മപ്പാസ് പോലത്തെ കറിയാണ്. കുക്കറിനകത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തില്ല, അതിനുള്ള സമയം ഇല്ലായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. ഇത് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇതിൻ്റെ റെസിപ്പി ഇടാവേ. അപ്പോൾ വേണ്ട അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരം നമ്മളൊരു പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. പാലപ്പം കൂടി ഉണ്ടാക്കിയിട്ട് വേണം. രാത്രി ഞങ്ങളങ്ങനെ കഴിച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് വേണ്ട രാവിലത്തെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ക്യാബേജ് തോരനും ഒരു വെള്ളരിക്ക കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ഇന്നലത്തെ കറികളെല്ലാം ഞാനൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ വേണ്ട ബീഫും അതുപോലെ തന്നെ പാലപ്പത്തിൻ്റെ മാവുണ്ട്, പിന്നെ വെള്ളരിക്ക അരിഞ്ഞടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനും ഒന്ന് അരച്ച് ചേർക്കണം. അപ്പോൾ രാവിലെ കഞ്ഞി അടുപ്പത്തിട്ട് തിളപ്പിച്ച് വാർത്ത് ഊറ്റി കാപ്പിയൊക്കെ കുടിച്ചു. അതിന് ശേഷം ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. ക്യാബേജ് തോരനും പിന്നെ നമ്മൾക്ക് ഒരു വെള്ളരിക്കായും മുരിങ്ങയ്ക്കായും മാങ്ങായും കൂടെ ചാറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേന് പിന്നെ മീൻകറിയുണ്ട്, ബീഫ് വളർത്തിയതുമുണ്ട്. പിന്നെ രാവിലത്തേക്കിന് അപ്പത്തിനുള്ള ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇന്നലത്തെ മാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ അപ്പം ഉണ്ടാക്കി ഞാനും രാഹുലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന് പിന്നെ രാവിലെ കഞ്ഞി മതി, അതുകൊണ്ട് ചേട്ടന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടാ നമ്മുടെ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. അതിന് മുമ്പ് ഞാൻ നമ്മുടെ വെള്ളരിക്കായ്ക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ട് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ്ടേ നമ്മുടെ കറികളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നപ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. വെള്ളരിക്കായും മാങ്ങായും കറിയൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കും. ക്രിസ്മസ് സീരീസിൻ്റെയൊക്കെ 3-4 റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കറിയും കൂടെ ഒന്ന് കടുക് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ കടുക് വറുക്കുന്നതിനകത്തോട്ട് തന്നെ നമുക്ക് ക്യാബേജും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാകും. അതിന് ശേഷം പിന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കണം, ചായം തിളപ്പിക്കണം. ഇത്രയൊക്കെയുള്ളൂ രാവിലത്തെ നമ്മളുടെ പരിപാടികളെ. അപ്പോൾ ഇന്ന് അവർക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ ഇന്നലെ വൈകിട്ട് തന്നെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇന്ന് ചോറും പൊതിക്കൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി വൈകുന്നേരമല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവർഷവും ഒക്കെ ആശംസിക്കുവാണ്. എല്ലാവർക്കും അടുത്ത വർഷം നല്ല വർഷമായിട്ട് തീരട്ടെ. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആപത്തോ അപകടങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് ഈശ്വരൻ സഹായിക്കട്ടെ. അപ്പോൾ അതേണ്ടേ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്.
നമ്മുടെ ബീൻസ് തോരനും അതുപോലെ തന്നെ തേണ്ട വെള്ളരിക്കായും മാങ്ങായും ഒക്കെ മുരിങ്ങക്കാലും കൂടെ ചാറ് വെച്ചതും എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിക്കാനുള്ളതൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്